സദാകാലം വാഴ്ത്തിയിടണമേ. സർവം ശ്രദ്ധിച്ചവരെ കൈക്കൊള്ളുന്നോരേ, പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ കൃപയുണ്ടാകേണം. പ്രിയ സഹോദരങ്ങളെല്ലാവരും ദൈവഭവനത്തിൽ സന്നിധായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിൽ തൽപരരും നല്ല കാര്യങ്ങൾ സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം സ്വീകരിച്ചുള്ളതും ബഹുമാനരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏവൻഗേലിയോന്റെയും ഈ സമൂഹത്തിന് മുമ്പാകെ ആവുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഹരങ്ങൾ അറിയാത്തവന്റെ അല്ല അറിയുന്നവന്റെ സന്നിധിയിൽ എത്രയും നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരനും ശമാശന്മാരുടെ വിശ്വാസികളായ ജനത്തിനും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പന ആചരിച്ച് സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതുകയും നാം ഏവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാക്കട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ എല്ലാവരോടുമുള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർദ്ധിക്കണം. സ്വപ്രാണെന്ന പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാൽ അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവിടും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകും. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളുടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരേണ്ടതേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയെ സംബന്ധിച്ച ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പരിശുദ്ധനെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവിന്റെ പരിശുദ്ധ ബലഹീനങ്ങളോട് ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ ഉന്നത സിംഹാസനം മുമ്പാകെ കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടവയാക്കി തീർക്കണമേ. ഓ സാക്ഷികളും ഇസ്രോമയിലേക്ക് വന്ന് രജിസ്റ്ററിൽ ഒപ്പിടേണ്ടതാണ്.
കർത്താവിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിവാഹിതരായ ജസ്റ്റിൻ, മനീഷ, കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ പത്മകാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിവാഹം എന്ന കുദാശയിലൂടെ